ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യത് ആവിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഇവിടെ കറണ്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പകൽ മുഴുവൻ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻവെർട്ടറൊക്കെ ഡൗണാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് കട്ടാവും. നോക്കാം, നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കറണ്ട് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. വന്നതായിട്ട് കണ്ടു. എത്ര നേരം എന്നറിയില്ല. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്ക് ഭാഗവതം ദശമസ്കന്ധം 56-ാം അധ്യായം, നമ്മുടെ സമന്തകോപാഖ്യാനം ഒരു ക്ലാസ് കഴിഞ്ഞു. 16 മറ്റ് ശ്ലോകങ്ങൾ എടുത്തു. തുടർന്ന് കാണാനുണ്ട്. 17 വരെ എടുത്തു. തുടർന്ന് കാണാം. അപ്പോൾ വായിക്കാം ആദ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ षट्पञ्चाशत्तमोऽध्यायः. ശ്രീശുക ഉവാച. സത്രാജിതസ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷഃ സ്യമന്തകേന മണിനാ സ്വയമുദ്യമ്യ ദത്തവാൻ. രാജോവാച. സത്രാജിതഃ കിമകരോത് ബ്രഹ്മൻ കൃഷ്ണസ്യ കിൽബിഷം സ്യമന്തകഃ കുതസ്തസ്യ കസ്മാദ് ദത്താ സുതാ ഹരേഃ. ശ്രീശുക ഉവാച. ആസീത് സത്രാജിതഃ സൂര്യോ ഭക്തസ്യ പരമസ്വഗാ പ്രീതസ്തസ്മൈ മണിം പ്രാദാത് സൂര്യസ്തുഷ്ടഃ സ്യമന്തകം. സതം ബിഭ്രന്മണിം കണ്ഠേ ഭ്രാജമാനോ യദാ രവിഃ പ്രവിഷ്ടോ ദ്വാരകാം രാജൻ തേജസാ നോപലക്ഷിതഃ. തം വിലോക്യ ജനാ ദൂരാത് തേജസാ മുഷ്ടദൃഷ്ടയഃ ദിവ്യതേക്ഷൈർഭഗവതേ സശംസു സൂര്യസംഗീതാഃ. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദായദുനന്ദന. ഏഷ ആയാതി സവിതാ ത്വാം ദിദൃക്ഷുർജഗത്പതേ മുഷ്ണൻ ഗവസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി തിഗ്മഗുഃ. നന്വന്മിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുദർഷഭാഃ. ജ്ഞാത്വാദ്യഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജഃ പ്രഭോ. ശ്രീശുക ഉവാച. നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചനഃ പ്രാഹനാസൗരവിർദേവഃ സത്രാജിത് മണിനാ ജ്വലन्. സത്രാജിത് സ്വഗൃഹം ശ്രീമത്കൃതകൗതുകമംഗളം പ്രവിശ്യ ദേവസദനേ മണിം വിപ്രൈർനിവേശയത്. ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സസൃജതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാധിവ്യാധയോ അശുഭാഃ. ന സന്തി മായിനസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണിഃ സയാജിതോ മണിം ക്വാപി യദുരാജായ ശൗരിണാ. നൈവാർത്തകാമുകഃ പ്രാദാത്യാജ്ഞാഭംഗമതർക്കയൻ തമേകദാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം. പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരദ്വനെ
പ്രസേനം സഹയം ഹത്വാ മണിമാച്ഛിദ്യ കേസരീ ഗിരിം വിശഞ്ജാംബവദാ നിഹതോ മണിമിച്ഛതാ സോഭി ചക്രേ കുമാരസ്യ മണിം ക്രീഡനകം ബിലേ അപശ്യൻ ഭ്രാതരം ഭ്രാതാ സത്രാജിത് പര്യതപ്യത പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗതഃ ഭ്രാതാമമേതി തത്ശ്രുത്വാ കർണേ കർണേ അജഭഞ്ജനാഃ ഭഗവാൻ തദുപസൃത്യ ദുർയശോ ലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീം അന്വപദ്യത നാഗരൈഃ ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാ വനേ തം ചാദ്രിപൃഷ്ഠേ നിഹതം വൃക്ഷേണ ദദൃശുർജനാഃ ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹിഃ പ്രജാഃ തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിൻ അവദസ്തേർഭഗാന്തികേ തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവത് തത്ശ്രുത്വാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരഃ സ വൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത് ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർവിജിഗീഷതോഃ ആയുധാശ്മദ്രുമൈർദോർഭിഃ ക്രവ്യാർത്തേ ശ്രേണയോരിവ ആസീതദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭിഃ വജ്രനിഷ്പേഷപരുഷൈഃ അവിശ്രമം അഹർനിശം കൃഷ്ണമുഷ്ടിവിനിഷ്പാദനിഷ്പൃഷ്ടാംഗോരുബന്ധനഃ ക്ഷീണസത്വഃ സ്വിന്നഗാത്രഃ തമാഹാദീവ വിസ്മിതഃ ജാനേ ത്വാം സർവഭൂതാനാം പ്രാണവോജസ്സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണും അധീശ്വരം ത്വം ഹി വിശ്വസൃജാം സ്രഷ്ടാ സൃജ്യാനാമപി യച്ഛ സത് കാലകലയതാമീശഃ പര ആത്മാ തദാത്മനാം യസ്യേഷദുത്കലിതരോഷകടാക്ഷമോക്ഷൈഃ വത്മാദിശക്ഷുഭിതനക്രതിമിംഗിലോബ്ധിഃ സേതുകൃതഃ സ്വയശഃ ഉജ്ജ്വലിതാചലങ്കാ രക്ഷശിരാംസി ഭുവിപേതുരിഷുക്ഷതാനി ഇതി വിജ്ഞാതവിജ്ഞാനം ഋക്ഷരാജാനമച്യുതഃ വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുതഃ അഭിമൃശ്യാരവിന്ദാക്ഷഃ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാ മണിഹേതോരിഹ പ്രാപ്താഭയം ഋക്ഷപതേ ബിലം മിഥ്യാഭിശാപം പ്രമൃജൻ ആത്മനോ മണിനാമുനാം ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാംബവതീം മുദാ അർഹണാർത്ഥം സമണിനാ കൃഷ്ണായോപജഹാരഃ അദൃഷ്ട്വാ നിർഗമം ശൗരേഃ പ്രവിഷ്ടസ്യ ബിലം ജനാഃ പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം ജയുഃ നിശമ്യ ദേവകീ ദേവീ രുക്മിണ്യാനഗദുന്ദുഭിഃ സുഹൃദോ ജ്ഞാതയോ ശോചൻ ബിലാത് കൃഷ്ണമനിർഗതം സത്രാജിതം ശപന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസഃ ഉപതസ്തുർമഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ തേഷാം തു ദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാ സ ച പ്രാദുർബഭൂവ സിദ്ധാർത്ഥഃ സദാരോ ഹർഷയൻ ഹരിഃ ഉപലഭ്യ ഋഷികേശമൃതം പുനരിവാഗതം സഹ പത്ന്യാ മണിഗ്രീവം സർവേ ജാതമഹോത്സവാഃ സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ നിവേദയത് സജാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതഃ അനുതപ്യമാനോ ഭവനം അഗമദ സ്വേന പാപ്മനാ സോനുദ്യായൻ തദേവാഘം ബലവത് വിഗ്രഹാകുലഃ കഥം മൃജാമ്യാത്മരജഃ പ്രസീദേദ്വാച്യുത കഥം കിം കൃത്വാ സാധു മഹ്യം സ്യാദ് ന ശപേദ്വാ ജനോ യഥാ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം
ദാസ്യേതുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനഃ തസ്യ ശാന്തിർന ചാന്യതാം ഏവം വ്യവസിതോ ബുദ്ധ്യാ സത്രാജിത് സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി ബഹുഭിർയാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭഗവാനാഹ ന മണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ഫലഭാഗിനഃ ഹരി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനം നാമ षट्पञ्चाशत्तमोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द नारायणाखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते ओम നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. ഇപ്പോൾ ഭഗവാന്റെ വിവാഹങ്ങൾ 16,008 കന്യകമാരെയാണ് ഭഗവാൻ വിവാഹം കഴിച്ചത്. അതിൽ രുക്മിണി സ്വയംവരം വിസ്തരിച്ച് കണ്ടു. അതിനുശേഷം ഭഗവാന് രുക്മിണിയിൽ പ്രദ്യുമ്നൻ പുത്രനായി അവതരിച്ച കഥകൾ വിശേഷങ്ങളെല്ലാം വിസ്തരിച്ച് കണ്ടു. പിന്നീട് 56-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 56-ാം അധ്യായത്തിൽ സ്യമന്തകോപാഖ്യാനം ആദ്യ ഭാഗം. 2 അധ്യായങ്ങളായിട്ടാണ് സ്യമന്തകോപാഖ്യാനം. അതിൽ ഈ അധ്യായത്തിൽ തന്നെ 2 വിവാഹങ്ങൾ ഭഗവാന്, ഒന്ന് ജാമ്പവതി ആയിട്ടും മറ്റൊന്ന് സത്യഭാമയായിട്ടും. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇന്നലെ നമ്മൾ 16-17 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നു. സത്രാജിത്തും ഭഗവാനും തമ്മിൽ, അല്ലെങ്കിൽ സത്രാജിത്ത് ഭഗവാനോട് എന്ത് അപരാധമാണ് ചെയ്തത്, അദ്ദേഹത്തിന് സമന്തകം എവിടുന്ന് കിട്ടി, എന്തുകൊണ്ട് അദ്ദേഹം പുത്രിയെ ഭഗവാന് കൊടുത്തു, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ പരീക്ഷിത് രാജാവ് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ഈ സമന്തകോപാഖ്യാനം ആരംഭിച്ചത്. സൂര്യൻ്റെ ഭക്തനായിട്ട് സത്രാജിത്ത് എന്ന പേരുള്ള ഒരു യാദവ പ്രമുഖനുണ്ടായിരുന്നു. ആ സൂര്യദേവൻ ഇദ്ദേഹത്തിൻ്റെ നേരെ പ്രീതനായിട്ട് സമന്തകം എന്ന മണിയെ ദാനം ചെയ്തു, വരമായി കൊടുത്തു. ആ മണിയെ കണ്ടത്തിൽ ധരിച്ചുകൊണ്ട് സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ തേജസ് കൊണ്ട് ആരാണെന്ന് പോലും കാണാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനെ കണ്ട ജനങ്ങൾ ദൂരത്ത് നിന്ന് കണ്ണ് കാണാനുള്ള ബുദ്ധിമുട്ടോടുകൂടി ഭഗവാന്റെ അടുത്ത് വന്ന്, ഭഗവാൻ ഉദ്ധവനുമായിട്ടും മറ്റും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വന്ന് സൂര്യനാണെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ നാരായണ, ശംഖചക്ര ഗദാധര ദാമോദര അരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന തേ നമഃ അസ്തു. ഇതാ ത്വാം ദിദൃക്ഷുഹു സവിതാ ആയാതി. അങ്ങയെ കാണാനിതാ സൂര്യദേവൻ വരുന്നു. അങ്ങ് ജഗൽപതിയല്ലേ. അദ്ദേഹത്തിൻ്റെ സൂര്യൻ്റെ രശ്മി മണ്ഡലങ്ങളെ കൊണ്ട് മനുഷ്യരുടെ കണ്ണുകളെയെല്ലാം തീക്ഷ്ണമായി മോഷ്ടിച്ചുകൊണ്ട്, മറച്ചുകൊണ്ട്
വരുന്നു. അങ്ങയെ കാണാനായിക്കൊണ്ടാണ് എല്ലാ ദേവന്മാരും ഇവിടേക്ക് വരുന്നത്. ഇപ്പതാ അങ്ങ് യാദവന്മാരുടെ ഇടയിൽ ഗൂഢനായി ഇരിപ്പുണ്ട് എന്നറിഞ്ഞാണ് ഈ സൂര്യഭഗവാൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബാലസമാനമായിട്ടുള്ള സത്യമറിയാത്ത തെറ്റിദ്ധരിക്കപ്പെട്ട ഈ വാക്കുകൾ, ബാലവചനം കേട്ടതായിട്ടുള്ള അംബുജലോചനൻ പ്രഹസ്യ ചിരിച്ചുകൊണ്ട് പ്രാഹ പറഞ്ഞു, നാ സൗരവിർദേവ, ഇത് സൂര്യദേവനൊന്നുമല്ല, സത്രാജിത് മണിനാജ്വലൻ, മണി കൊണ്ട് ജ്വലിക്കുന്ന സത്രാജിത്താണ് എന്ന് പറഞ്ഞ് ഭഗവാൻ തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് സത്രാജിത്ത് അലങ്കരിക്കപ്പെട്ട മംഗള കർമ്മങ്ങളെല്ലാം ചെയ്യപ്പെട്ടതായിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് ഈ മണിയെ കൊണ്ടുപോയി ബ്രാഹ്മണരെ കൊണ്ട് അതിൽ ഒരു ദേവാലയം പോലെ ദേവസദനെ നിവേശിപ്പിച്ചു. അതിനെ പൂജിക്കുന്നതായിട്ടുള്ള സമയത്ത് അത് ദിവസം തോറും 8 ഭാരം സ്വർണം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എവിടെയാണോ ആ മണി സൂക്ഷിച്ചിരുന്നത് അവിടെ ദുർഭിക്ഷം, മാരി, അരിഷ്ടം ആദി വ്യാധികൾ, മായ ഒന്നും തന്നെ ഫലിക്കുകയില്ല. അങ്ങനെയുള്ള ആ മണിയെ ശൗരിണ യദുരാജായ ക്വാപി യാചിത, ഭഗവാനാൽ കൃഷ്ണനാൽ ശൗരിയാൽ ഉഗ്രസേന രാജാവിൻ്റെ കസ്റ്റഡിയിലേക്ക് ആയിക്കൊണ്ട് ഇവനോട് യാചിച്ചു. രാജാവിൻ്റെ കൈവശം ഇരുന്നാൽ അത് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് കരുതിയിട്ട്. എന്നാൽ അർത്ഥകാമുകനായിട്ടുള്ള അവൻ യാജ്ഞാഭംഗം അതർക്കയന്, യാജ്ഞാഭംഗം യാചിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. യോഗ്യരായിട്ടുള്ള ആളുകൾ നമ്മളോട് എന്ത് ചോദിച്ചാലും കൊടുക്കണം എന്നുള്ളതാണ് ഒരു മര്യാദ. ഇല്ല എന്ന് പറയുന്നത് യാജ്ഞാഭംഗം, തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ആരും എന്തു ചോദിച്ചാലും കൊടുക്കുക എന്നുള്ളത് ശീലമായിരുന്നു. ഒരാൾക്ക് ആവശ്യമുണ്ടായിട്ടല്ലേ ഒരാൾ ഒരു സാധനം ചോദിക്കുന്നത്. അതും ഭഗവാനെ പോലെ ഒരാൾ, അതും രാജാവിന് വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ചിന്തിക്കാതെ, അതൊരു വലിയ പാപമാണ് എന്നറിയാതെ, ഇതാണ് അതർക്കയൻ, ചിന്തിക്കാതെ കൊടുത്തില്ല എന്നർത്ഥം. നൈവപ്രാതാത്. എന്നാലോ പിന്നീട് അയാളുടെ തന്നെ അനുജൻ, അർഹതയില്ലാത്ത പ്രസേനൻ, ഇതിനെ കഴുത്തിൽ കെട്ടിയിട്ട് ഒരിക്കൽ നായാട്ടിനായി കൊണ്ടുപോയി. കുതിരപ്പുറത്ത് മൃഗയാം വ്യചരത് വനേ. ആ പ്രസേനനെ കുതിരയോടുകൂടെ ഒരു കേസരി ഹത്വാ മണിം ആച്ഛിദ്യ ഗിരിം വിശൻ. ആ കുതിരയെയും കൊന്ന് ഇവനെയും കൊന്ന് മണിയെ ഛേദിച്ചെടുത്ത് പർവ്വതത്തിലേക്ക് കയറിപ്പോയി. അവിടെ ജാമ്പവതാ നിഹതോ മണിമിച്ചത. മണിയെ ആഗ്രഹിക്കുന്ന ജാമ്പവാനാൽ ആ സിംഹം നിഹനിക്കപ്പെട്ടു. സോപിചക്രേ കുമാരസ്യ മണിം ക്രീഡനകമ്പിലെ. എന്നാൽ ജാമ്പവാൻ എന്താ ചെയ്ത്? ഈ അതിവിശിഷ്ടമായിട്ടുള്ള രത്നത്തെ തൻ്റെ ഗുഹയിലുള്ള ഒരു കുട്ടിക്ക്, ഒരു വാനരബാലന് കളിക്കാനായിക്കൊണ്ടാണ് കൊടുത്തത്. ഈ സമയത്ത് ദ്വാരകയിൽ ഭ്രാതരം അപശ്യന്, സഹോദരനെ കാണാതെ ഭ്രാതാ സത്രാജിത്ത് പര്യതപ്യത, സഹോദരനായ സത്രാജിത്ത് പരിതപിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ശങ്ക സ്വകാര്യമായിട്ട് അദ്ദേഹം പലരോടും പറഞ്ഞു. പ്രായ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനംഗതഃ ഭ്രാതാമമേതി തച്ഛ്രുത്വാ കർണേ കർണേ അജപൻ ജനാഃ. മിക്കവാറും കൃഷ്ണനാൽ തന്നെയാണ് എൻ്റെ അനുജൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ മണികണ്ഠത്തിൽ കെട്ടിയിട്ട് പോയവനായിട്ടുള്ള എൻ്റെ അനുജനെ കൊന്നത് കൃഷ്ണൻ തന്നെ ആയിരിക്കും. പ്രായ എന്നുള്ള ശബ്ദം പ്രായേണ എന്ന അർത്ഥത്തിലാണ്. മിക്കവാറും ഒരു എന്താ പറയുക, 90% അദ്ദേഹത്തിൻ്റെ ഉറപ്പ് പറയണം. അപ്പോൾ തത്ശ്രുത്വ, അത് കേട്ടതായിട്ടുള്ള ജനാഹ കർണേ കർണേ അജവൻ. ഇതാണ് ലോകസ്വഭാവം അല്ലേ? മുമ്പേ ഗമിച്ചിടിന ഗോവുതൻ്റെ പെമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഒരുത്തനുണ്ടാക്കിയ ദുഷ്പ്രവാദം എല്ലാവരും പരത്തുന്നു. അതൊരു കാട്ടുതീ പോലെ എല്ലാവരുടെ ചെവിയിലും എത്തി എന്നർത്ഥം. ഇത് കേട്ടതായിട്ടുള്ള ഭഗവാന്റെ ചെവിയിലും എത്തി. ഭഗവാൻ തതുപശ്രുത്യ ദുര്യശോ ലിപ്തമാത്മനി മാർഷ്ടും. ആത്മനി
ലിപ്തം ദുര്യശഃ മാർഷ്ടും, തന്നിൽ ലേപനം ചെയ്യപ്പെട്ടിരിക്കുന്ന, തന്നിൽ വെച്ച് തേക്കപ്പെട്ടിരിക്കുന്ന ഈ ദുര്യശസ്സിനെ മാർജനം ചെയ്യുവാൻ, കഴുകിക്കളയുവാനായിക്കൊണ്ട് പ്രസേന പദവിയും അന്വപദ്യത നാഗരൈഹി, നഗരവാസികളായിട്ടുള്ള കുറച്ച് പേര് പൗരന്മാരോട് കൂടിയിട്ട് ഭഗവാൻ അതിൻ്റെ ഒരു അന്വേഷണം ആരംഭിച്ചു. ഇതാണ് പ്രസേന പദവിയും അന്വപദ്യത. പ്രസേനൻ പോയ വഴിയെ അനുപദം ചെയ്തു, അതേ വഴിക്ക് തന്നെ അനുസരിച്ച് സഞ്ചരിച്ചു എന്നർത്ഥം. അപ്പം അങ്ങനെ ട്രേസ് ചെയ്യാനായിട്ട് പോയി. പിന്നെന്തുണ്ടായി? ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാ വനേ തം ചാദ്രിപൃഷ്ഠേ നിഹതം വൃക്ഷേണ ദദൃശുർജനാഃ. ഹതം പ്രസേനം അശ്വം ച വീക്ഷ്യ കേസരിണാ വനേ തം ചാദ്രിപൃഷ്ഠേ നിഹതം വൃക്ഷേണ ദദൃശുർജനാഃ. അപ്പൊ പോയ ജനങ്ങൾ ദദൃശുഹു, ജനാഹ ദദൃശുഹു, ജനങ്ങൾ ദർശിച്ചു. എന്താ ദർശിച്ചത്? വനേ കേസരിണാ ഹതം പ്രസേനം അശ്വം ച വീക്ഷ്യ. വനെ, ആ കാട്ടിൽ വെച്ച് കേസരിണാ ഹതം, സിംഹത്താൽ കൊല്ലപ്പെട്ട, എന്നുവെച്ചാൽ ശരീരത്തിലുള്ള അടയാളങ്ങളൊക്കെ വെച്ച് സിംഹത്തിന്റെ ആക്രമണം കൊണ്ടാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. പ്രസേനനെയും അശ്വത്തെയും കുതിരയെയും കൊന്നിരിക്കുന്നു. അത് വീക്ഷ്യ കണ്ടിട്ട് അദ്രിപൃഷ്ഠേ, പിന്നെ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ആ സിംഹത്തിന്റെ കാലടികളെ പിന്തുടർന്ന് പോയപ്പോൾ മലയുടെ മുകളില് വൃക്ഷേണ നിഹതം തം ച, വൃക്ഷം എന്ന് പറഞ്ഞാൽ കരടിയാണ്. വൃക്ഷരാജാവാണ് ജാമ്പവാൻ, ഒരു കരടിയാണ്. ആ കരടിയായിട്ടുള്ള ജാമ്പവാനാൽ നിഹതം കൊല്ലപ്പെട്ട തം ച കേസരിണം ച ജനാഹ ദദൃശുഹു, ജനങ്ങൾ ദർശിച്ചു. അപ്പോ ആദ്യം കാണുന്നത് കുതിരയെയും പ്രസേനനെയും ഒരു സിംഹം കൊന്നതായിട്ടും, പിന്നീട് പിന്തുടർന്ന് ചെന്നപ്പോൾ സിംഹം കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കരടിയാലാണ് കൊല്ലപ്പെട്ടതെന്ന് ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. എന്നിട്ടോ ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹി പ്രജാഹാം. ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹി പ്രജാഹാം. ഭഗവാൻ എന്ത് ചെയ്തു? പ്രജാഹ ബഹിഹി അവസ്ഥാപ്യ, ബാക്കിയുള്ള പൗരന്മാരെ, പ്രജകളെല്ലാം പുറത്തു നിർത്തിയിട്ട് തമസാവൃതം ഭീമം വൃക്ഷരാജബിലം ഭഗവാൻ ഏകഃ വിവേശ, ഭഗവാൻ ഏകഃ, ഒറ്റയ്ക്ക് ഭഗവാൻ വിവേശ പ്രവേശിച്ചു. എവിടേക്ക്? തമസാ ആവൃതം, ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ടതും, ഭീമ അതിഭയങ്കരമായിട്ടുള്ളത്, അഗാധ ഗംഭീരമായിട്ടുള്ളതുമായിട്ടുള്ള വൃക്ഷരാജബിലം, ആ വൃക്ഷരാജാവായ ജാമ്പവാന്റെ ബിലം, മാളം, ഗുഹ, ആ ബിലത്തെ ഭഗവാൻ ഏകഃ വിവേശ, ഭഗവാൻ ഒറ്റയ്ക്ക് പ്രവേശിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കൂ, ഇതിപ്പോൾ ആവശ്യം എൻ്റേതായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നില്ല. എന്താപത്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപത്തുകൾ വന്നാൽ അത് എതിരിടാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കൂ, ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്തു നിർത്തി ഭഗവാൻ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചു. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിൻ അവതസ്തേർഭഗാന്തികേ. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിൻ അവതസ്ഥേർഭഗാന്തികേ. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം, ആ സമന്തകമെന്ന മണിശ്രേഷ്ഠത്തെ അവിടെ കണ്ടു. എങ്ങനെയായിട്ട്? ബാലക്രീഡനകം കൃതം, ഒരു ബാലന്റെ കുട്ടിയുടെ കളിപ്പാട്ടമാക്കി ചെയ്യപ്പെട്ടിരിക്കുന്നു, നിസാരമാക്കി അതിന്റെ വിലയെല്ലാം കളഞ്ഞിരിക്കുന്നു. ഒരു എന്താ പറയുക, കരടിക്കുട്ടിയോ കുരങ്ങുകുട്ടിയോ ആണ് അതിന് കളിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബാലക്രീഡനകം കൃതം മണിശ്രേഷ്ഠം ദൃഷ്ട്വാ ഹർത്തും കൃതമതിഹി, ഭഗവാൻ അതിനെ ഹരിക്കാനായിട്ട് നിശ്ചയിച്ച് ഇതെന്തായാലും കൊണ്ടുപോയേ പറ്റൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തസ്മിൻ അർഭഗാന്തികെ അവതസ്ഥെ,
തസ്മിൻ അർബകാന്തികെ, ആ അർബകന്റെ അന്തികെ സമീപെ, ആ ബാലന്റെ സമീപത്ത് ഭഗവാൻ അവതസ്ഥെ സ്ഥിതി ചെയ്തു, തക്കം നോക്കി നിന്നു എന്നർത്ഥം. ഇവന്റെ കയ്യിൽ നിന്ന് ഇവൻ കളിക്കുന്ന ഈ രത്നത്തെ അപഹരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ചിന്തയോടെ, കാരണം ആ വിലയറിയാത്തതുകൊണ്ടാണല്ലോ ആ കരടിക്കുട്ടിയോ കുരങ്ങുകുട്ടിയോ എന്താണെങ്കിലും ഇതുകൊണ്ട് കളിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പ്രയോജനമില്ല, അതിന്റെ ഭക്ഷണമല്ലാതെ. അതുകൊണ്ട് അപഹരിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ളതും ഒരു മറ്റ് ജന്തുക്കൾക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനം അത് കൊണ്ടുപോയാൽ നമ്മളതിന് തിരിച്ചു പിടിക്കണം. നമ്മുടെ ചെരുപ്പ്, അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നായ കടിച്ചുകൊണ്ട് പോകും. നായയ്ക്ക് അതുകൊണ്ട് വിശപ്പ് മാറാൻ പോകുന്നുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് പിടിച്ചെടുക്കണം. അപ്പം അതുപോലെ ഭഗവാൻ ഈ കരടിക്കുട്ടിയുടെ നിന്ന് ഇതിനെ പിടിച്ചെടുക്കാനായിട്ട് തയ്യാറായി നിന്നു. പക്ഷെ അപ്പോഴേക്കും തം അപൂർവം നരം ദൃഷ്ട്വ ധാത്രീ ചുക്രോശഭീതവത് തത്ശ്രുത്വാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരഃ. തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശഭീതവത് തത്ശ്രുത്വാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരഃ. ആ സമയത്ത് ഈ കുട്ടിയെ നോക്കുന്ന ഒരു ധാത്രിയുണ്ട്, ഒരു ആയ, അല്ലേ? ആ സ്ത്രീ ഭഗവാനെ കണ്ടു. അതാണ് അപൂർവം തം നരം ദൃഷ്ട്വാ. മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ നരനെ കണ്ടിട്ട് ധാത്രി ഭീതവത് ചുക്രോശ. ധാത്രി, ആ കുട്ടിയെ നോക്കുന്നവൾ, അവിടുത്തെ ജോലിക്കാരിയെ പോലെ നിൽക്കുന്നവൾ, ഭീതവത് ചുക്രോശ, ഭയപ്പെട്ടവളെ പോലെ ക്രോശിച്ചു, നിലവിളിച്ചതായിട്ടുള്ള സമയത്ത് ബലിനാം വരഃ ജാംബവാൻ തത് ശ്രുത്വാ ക്രുദ്ധഃ അഭ്യദ്രവത്. ബലിനാം വരഃ, ബലവാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ജാംബവാൻ, മഹാശക്തനാണ്, സാക്ഷാൽ ബ്രഹ്മദേവന്റെ പുത്രനാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ പരാക്രമമൊക്കെ രാമായണത്തില് ഇഷ്ടംപോലെ കാണാം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഖേമനായിട്ടുള്ള ബലവാനായിട്ടുള്ള ജാംബവാൻ തത് ശ്രുത്വ, ഈ ധാത്രിയുടെ നിലവിളി കേട്ടിട്ട് ക്രുദ്ധഃ അഭ്യദ്രവത്, ക്രോധിച്ചുകൊണ്ട് പാഞ്ഞു വന്നു, അഭിദ്രവിച്ചു, നേർക്ക് പാഞ്ഞു. ആരുടെ നേർക്ക്? ഈ ഭഗവാന്റെ നേർക്ക് പാഞ്ഞു. അപ്പൊ ഈ ഭഗവാൻ ആരാണെന്നൊന്നും അവൻ അറിയുന്നില്ല, ജാംബവാൻ അറിയുന്നില്ല. പ്രായമായതിന്റെ ഉണ്ടാവും, ഇരുട്ടിന്റെ ഉണ്ടാവാം, കണ്ണ് കാണാത്തതിന്റെ ഉണ്ടാവാം, അല്ലേ? പല കാരണങ്ങളും ആവാം. എന്തായാലും ആളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, പാഞ്ഞു വരികയാണ്. വന്നിട്ടോ എന്ത് ചെയ്യണു? സവൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത്. സവൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത്. സവൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാ ആത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ ന അനുഭാവവിത്. ഈ ജാംബവാനെ കുറിച്ച് പറയണ ന അനുഭാവവിത്. അനുഭാവം പ്രഭാവം, പ്രഭാവം ന വേത്തി. ഇതാരാണ് എന്നുള്ളത് അറിയാതെ, ഭഗവാന്റെ അനുഭാവത്തെ അറിയാതെ, പ്രാകൃതം പുരുഷം മത്വ, ഇത് ഏതോ ഒരു പ്രാകൃത പുരുഷനാണ് എന്ന് കരുതി കുപിത, കോപിച്ചുകൊണ്ട്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, തന്റെ സ്വാമിയാണ് എന്നറിയാതെ, ഭഗവാന്റെ പ്രഭാവം അറിയാതെ ഒരു പ്രാകൃത പുരുഷനെന്ന് കരുതി കോപിച്ച് സവൈ ഭഗവതാ തേന യുയുധേ, തേന ഭഗവതാ സവൈ യുയുധേ, ആ ഭഗവാനുമായിട്ട് അവൻ യുദ്ധം ചെയ്തു. ആ ഭഗവാൻ ആരാണ്? സ്വാമിന ആത്മനഃ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആത്മനഃ സ്വാമിന, ആത്മനഃ സ്വാമിന എന്ന് പറഞ്ഞാൽ തന്റെ സ്വാമിയായ ഭഗവാനോട് യുദ്ധം ചെയ്തു എന്നാണ്. അപ്പോ തന്റെ സ്വാമി ആരാണ്? ശ്രീരാമസ്വാമിയാണ്. ആ ശ്രീരാമസ്വാമി തന്നെയാണ് ഇവിടെ ശ്രീകൃഷ്ണ രൂപത്തിൽ നിൽക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നാണെങ്കിൽ, അദ്ദേഹം ഭഗവാന്റെ ഭക്തനൊക്കെ ആണെങ്കിലും ആ കോപാധിക്യം കൊണ്ട്, അതാണ് കുപിത എന്ന് പറഞ്ഞു, കോപാധിക്യം കൊണ്ട് കലുഷിതമായിരുന്നു. അതുകൊണ്ട് കണ്ണു കാണാതെയായി, ആളാരാന്ന് തിരിച്ചറിയാതെയായി.
നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പല അബദ്ധങ്ങളും പറ്റാറുണ്ട് അല്ലേ? നമുക്ക് കോപം അധികരിച്ചിരിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യും. ആളുകൾ തമ്മിൽ കൊല്ലുന്നു. ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാം. നിസ്സാര കാര്യങ്ങൾക്ക് ഇഡ്ഡലിക്ക് ചട്നി ഒഴിച്ചു കൊടുത്തില്ല, എന്നാ പിടിച്ചോ കൊല്ലുക. ഹോട്ടലുകളിൽ പോയിട്ട് ചട്നി ഒഴിച്ചു കൊടുക്കാത്ത വെയിറ്ററെ കൊന്നുകളയുക. അതുപോലെ ഓരോരോ നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ കോപിച്ച് എന്തെല്ലാം കാട്ടിക്കൂട്ടണു. പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും, ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചവരാണ്, ഉള്ളിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ചില ദുർബല നിമിഷങ്ങളിൽ ആ കോപം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്ന് ആർക്കും അറിയില്ല. പിന്നെ അത് എന്താ പറയുക, കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മുറിവുകളായിട്ട് പരിണമിക്കും. അപ്പം അങ്ങനെയൊക്കെ കോപത്തെ നിയന്ത്രിക്കേണ്ടതാണ്. കോപം വലിയ ശത്രുവാണ്. നമ്മുടെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ ലക്ഷ്മണൻ ഉപദേശിച്ച, അല്ലെങ്കിൽ ഭഗവാൻ അർജുനൻ ഉപദേശിച്ച കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഇതിനെ ശത്രുവായിട്ട് അറിയണം. അതുകൊണ്ട് ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. അല്ലയോ അർജുന, നിന്റെ ഉള്ളിലുള്ള കാമരൂപമായ കീഴ്പ്പെടുത്താൻ പ്രയാസമേറിയ ശത്രുവിനെ നീ ജയിച്ചാലും കൊന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. കാമവും ക്രോധവും പര്യായ ശബ്ദങ്ങൾ മാത്രമാണ്, ഒന്നിൻ്റെ തന്നെ മറുവശമാണത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം. അപ്പോൾ കോപം കൊണ്ട് ഭഗവാന്റെ അനുഭാവം അറിയാതെ, തൻ്റെ തന്നെ സ്വാമിയാണെന്ന് അറിയാതെ ആ ഭഗവാനെ ആക്രമിച്ചു. അതാണ് ആത്മനഃ സ്വാമിന തേന ഭഗവതാ യുയുധേ. തുടർന്ന് ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർ വിജിഗീഷതോഃ ആയുധാശ്മദ്രുമൈർദോർഭിഃ ക്രവ്യാർത്തേ ശേനയോരിവ. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർ വിജിഗീഷതോഃ ആയുധാശ്മദ്രുമൈർദോർഭിഃ ക്രവ്യാർത്തേ ശേനയോരിവ. സുതുമുലം ദ്വന്ദ്വയുദ്ധം ഉഭയോഹ വിജിഗീഷതോഹ. ഉഭയോഹ രണ്ടുപേരും തമ്മിൽ, അവർ രണ്ടുപേരും വിജിഗീഷുക്കളാണ്. വിജിഗീഷു ജേതും ഇച്ചു, വിജേതും ഇച്ചു വിജിഗീഷു. അപ്പൊ ജയിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായ രണ്ടുപേരും തമ്മിൽ സുതുമുലം ദ്വന്ദ്വയുദ്ധം അഭവത് എന്നർത്ഥം. സുതുമുലം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായത്, ഭയങ്കരമായത് എന്നർത്ഥം. കഠോരമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം ഭവിച്ചു. എങ്ങനെയൊക്കെ? ആയുധ അശ്മ ദ്രുമൈർ ദോർഭിഃ. അവരുടെ എന്തൊക്കെ തരങ്ങളിലുള്ള ആയുധങ്ങൾ, കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടോ ആ ആയുധങ്ങളെ കൊണ്ട്, അശ്മ എന്ന് പറഞ്ഞാൽ കല്ല്, പാറക്കല്ല് മുതലായത്. അശ്മ ദ്രുമൈഹി മരങ്ങൾ പറിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട്. ഇപ്പൊ ഭഗവാനും ജാമ്പവാനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം. മരങ്ങൾ പറിച്ചും പാറക്കല്ലുകൾ എടുത്തെറിഞ്ഞും ആയുധങ്ങളെ കൊണ്ടും. മാത്രമല്ല ദോർഭിഹി, ദോർഭിഹി എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് നല്ല യുദ്ധം അല്ലേ? കൈകൾ കൊണ്ടുള്ളതായിട്ടുള്ള തമ്മിൽ തല്ല്, ഗുസ്തി എല്ലാണ്ട് ദോർഭിഹി. അങ്ങനെയുള്ള യുദ്ധം. ക്രവ്യാർത്തേ സേനയോരിവ. ശേനങ്ങൾ എന്ന് പറഞ്ഞാൽ പരുന്തുകൾ. രണ്ട് പരുന്തുകൾ തമ്മിൽ ക്രവ്യാർത്ഥേ, ക്രവ്യം എന്നാൽ മാംസം. അപ്പോൾ ഒരു പരുന്തിനൊരു മാംസ കഷ്ണം കിട്ടിയാൽ മറ്റു പരുന്ത് വന്ന് അതിനെ ആക്രമിച്ച് പറിച്ചെടുക്കാനായിട്ട് നോക്കും, അതിൻ്റെ കൊക്കിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് നോക്കും. അപ്പോൾ രണ്ട് പരുന്തുകളും തമ്മിൽ അതിൻ്റെ പക്ഷങ്ങൾ കൊണ്ടും അതിൻ്റെ നഖങ്ങൾ കൊണ്ടും കൊക്കുകൊണ്ടും ഭയങ്കരമായിട്ടുള്ള യുദ്ധമുണ്ടാകും. അപ്പോൾ അതുപോലെ ഇവിടെ ഈ സമന്തകമണിയാണ് നിസ്സാരമായിട്ടുള്ള കാര്യം, ക്രവ്യം പോലെ. അതിനുവേണ്ടി ഭഗവാനും ജാമ്പവാനും തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർ വിജിഗീഷതോഃ ആയുധാശ്മദ്രുമൈർദോർഭിഃ ക്രവ്യാർത്തേ ശേനയോരിവ. ആസീത്തദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭിഃ
വജ്രനിഷ്പേഷ പരുഷൈ അവിശ്രമം അഹർനിശം ആസീത്തദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭിഃ വജ്രനിഷ്പേഷ പരുഷൈ അവിശ്രമം അഹർനിശം. അപ്പൊ അവര് തമ്മില് ഇതരേതര മുഷ്ടിഭിഹി, ഇതരേതരം തമ്മിൽ ഇടതും വലതും കൈകളുടെ മുഷ്ടികളെ കൊണ്ട് പരസ്പരം പ്രഹരിച്ചു. എങ്ങനെയുള്ളത്? ആ മുഷ്ടികള് വജ്രനിഷ്പേഷ പരുഷങ്ങളാണ്. വജ്രനിഷ്പേഷം എന്ന് പറഞ്ഞാൽ വജ്രായുധത്തിന്റെ നിർഘാതം അഥവാ ഇടിവെട്ട് പോലെ എന്നൊക്കെ അർത്ഥം. ഇടിവെട്ട് പോലെ കഠിനങ്ങളായിട്ടുള്ള ഇതരേതര മുഷ്ടിഭിഹി അന്യോന്യ മുഷ്ടികളെ കൊണ്ട് അവിശ്രമം തത് ഒരു ബ്രേക്കുമില്ലാതെ ഇന്റർവെല്ലില്ലാതെ കോപത്തോടുകൂടി അഷ്ടാവിംശാഹ, അഷ്ടാവിംശ എന്ന് പറഞ്ഞാൽ 28 പകലുകൾ, 28 ദിനങ്ങൾ, അഹസ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. അഹർനിശമാസീത്, അഹർനിശം രാവും പകലും യുദ്ധം തുടർന്നു 28 ദിവസം ഭഗവാനും ജാംബവാനും തമ്മിൽ. അപ്പോൾ അല്ലേ, നമ്മൾ കഥയിലൊക്കെ പറയാറുണ്ട്, ജാംബവാൻ ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടായിരിക്കും അടിക്കുക. അപ്പോൾ ശ്രീരാമൻ ജയിക്കണ്ടേ? ശ്രീരാമൻ ജയിക്കണമെങ്കിൽ ശ്രീകൃഷ്ണൻ ജയിക്കണം. ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്ന് തന്നെ. അപ്പോൾ ശ്രീകൃഷ്ണൻ ജയിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തിരിച്ചടിക്കും. നീ തന്നെയല്ലേ എന്നോട് ജയിക്കാൻ പറയണത് എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ നല്ലോണം അങ്ങോട്ട് കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്തായാലും ജാംബവാന്റെ ഗർവത്തെ അടക്കി കൊടുക്കുകയാണ്. അങ്ങനെ രാവും പകലുമില്ലാതെ 28 ദിവസം ഈ യുദ്ധം നീണ്ടു നിന്നു. കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്ഭിഷ്ടാംഗോരുബന്ധനഃ ക്ഷീണസത്വഃ സ്വിന്നഗാത്രഃ തമാഹാദീവ വിസ്മിതം. കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ടാംഗോരുബന്ധനഃ ക്ഷീണസത്വഃ സ്വിന്നഗാത്രഃ തമാഹാതീവ വിസ്മിതഃ. അങ്ങനെ ജാംബവാൻ തളർന്നു. ജാംബവാന്റെ ശരീരം എന്താ പറയുക, എല്ലും സന്ധികളും എല്ലാം തരിപ്പണമായതുപോലെയായി. അതാണ് ഇവിടെ കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ട അംഗ ഊരുബന്ധനഃ. അപ്പൊ കൃഷ്ണന്റെ മുഷ്ടി കൊണ്ട്, അതിന്റെ വിനിഷ്പാദം കൊണ്ട്, വിശേഷേണയുള്ള നിഷ്പാദം. അപ്പൊ ഭഗവാന്റെ മുഷ്ടികൾ നന്നായി ഇവന്റെ ദേഹത്ത് പതിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? നിഷ്പിഷ്ട അംഗ ഉരുബന്ധനഃ അഥവാ ഊരുബന്ധനഃ. നിഷ്പിഷ്ടം എന്ന് പറഞ്ഞാലോ നല്ലപോലെ ചമ്മന്തിയാക്കിയത്. നിതരാം പിഷ്ടം, പിഷ്ടം എന്ന് പറഞ്ഞാൽ പേസ്റ്റ്, ചമ്മന്തി, മാവ് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ചമ്മന്തിയാക്കപ്പെട്ടു ആരുടെ ശരീരം? നമ്മുടെ ജാംബവാന്റെ ശരീരം. അതാണ് ചതക്കപ്പെട്ട നിഷ്പിഷ്ടമായ അംഗ ഊരുബന്ധനഃ. അംഗങ്ങൾ, ശരീരാവയവങ്ങളും അതുപോലെ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ധിബന്ധനങ്ങളൊക്കെ തന്നെ, കാലും തുടകളും എല്ലാ ബന്ധനങ്ങളും എല്ലാം ചതയ്ക്കപ്പെട്ടു ഭഗവാന്റെ അടികൊണ്ട്. അങ്ങനെ ക്ഷീണസത്വഃ, ജാംബവാന്റെ സത്വം ക്ഷയിച്ചു. സത്വം എന്ന് പറഞ്ഞാൽ ബലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോയി, ധൈര്യം എല്ലാം പോയി, ശരീരം തളർന്നു, ബലമെല്ലാം നഷ്ടപ്പെട്ട് ക്ഷീണസത്വനായി. സ്വിന്നഗാത്രഃ, സ്വിന്നം സ്വേദം നിറഞ്ഞത്, വിയർപ്പ് കൊണ്ട് കുളിച്ച ശരീരമായി. സ്വിന്നഗാത്രഃ, സ്വിന്നഗാത്രഃ. അങ്ങനെ തമാഹ അതീവ വിസ്മിതഃ, അത്യന്തം വിസ്മയിച്ചുകൊണ്ട് തം ആഹ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാനോട് ജാംബവാൻ പറഞ്ഞു. കാരണം ജാംബവാന്റെ ജീവിതത്തിൽ ഇതുപോലെ അടി ഒരിക്കലും കിട്ടിയിട്ടില്ല. രാമരാവണ യുദ്ധത്തിൽ പോലും ജാംബവാൻ അങ്കിട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇങ്കിട് കിട്ടിയത് വളരെ ചുരുക്കമാണ്. എത്രയോ രാക്ഷസന്മാരെ അടിച്ചു കൊന്ന മഹാശക്തനായിട്ടുള്ള ആളാണ് ജാംബവാൻ. അദ്ദേഹത്തിന് ഒരിക്കലും ഇതുപോലൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല, ഇതുപോലെ അടിച്ച് ശരീരം കലക്കിയിട്ടില്ല, ചമ്മന്തി ചട്നി ആയിട്ടില്ല. അപ്പോൾ വിസ്മയിച്ചുകൊണ്ട് ജാംബവാൻ ഭഗവാനോട് ആഹ
സ്വിന്നഗാത്ര തം ആഹ കൃഷ്ണം ആഹ ഭഗവന്തം ആഹ ഭഗവാനോട് പറഞ്ഞു. അതീവ വിസ്മിത, അത്യന്തം വിസ്മയിച്ചവനായിട്ട്. എന്താ ജാമ്പവാന്റെ വാക്കുകൾ? ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജസ്സഹോ ബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണും അധീശ്വരം. ജാനേ ത്വാം സർവഭൂതാനാം പ്രാണഃ ഓജഃ സഹോ ബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. ഇപ്പോൾ അടി കിട്ടിയപ്പോൾ വകതിരിവുണ്ടായി അല്ലേ? ചിലർക്ക് അങ്ങനെയുള്ളൂ. കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയുന്ന പറഞ്ഞ പോലെ ഇവിടെ ഈ വിഷയത്തിൽ ജാമ്പവാന് നല്ലോണം കൊണ്ട് ബോധ്യം വന്നപ്പോൾ പറയണ് ജാനേ എന്ന് പറഞ്ഞാൽ അഹം ജാനേ, ഐ നോ, ഞാൻ മനസ്സിലാക്കുന്നു. എന്താ മനസ്സിലാക്കുന്നത്? ത്വാം അങ്ങയെ സർവഭൂതാനാം പ്രാണഃ ഓജഃ സഹോ ബലം, അങ്ങ് സർവഭൂതങ്ങളുടെയും പ്രാണശക്തിയാണ്, പ്രേരകശക്തിയാണ്, എല്ലാവരെയും ചലിപ്പിക്കുന്ന എനർജിയാണ് അങ്ങ്. ഓജഃ അവരുടെ ഇന്ദ്രിയ ബലമാണ്, സഹഃ ഹൃദയബലമാണ്, മനഃശക്തിയാണ്, ബലം ദേഹബലമാണ്. അപ്പോൾ മനസ്സിന്റെ, ബുദ്ധിയുടെ, പ്രാണന്റെ എല്ലാം ശരീരത്തിന്റെ ഒക്കെ ബലം അങ്ങ് തന്നെയാണ്. എല്ലാവർക്കും ബലം കൊടുക്കുന്നത് അങ്ങ് തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം. ബലം ബലവതാം ച അഹം, ബലവതാം ബലം അഹമസ്മി. എല്ലാ ബലവാന്മാരുടെയും ബലം ഞാനാകുന്നു എന്ന് ഗീതയിൽ 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അവിടെ തന്നെയാണ് ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മ വിരുദ്ധമല്ലാത്ത കാമം ഞാനാകുന്നു, ധർമ്മത്തിന് അവിരുദ്ധമായ കാമം ഞാനാകുന്നു. അപ്പോ ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം. ഭഗവാൻ എല്ലാവർക്കും ബലം കൊടുക്കുന്നുണ്ട്, പക്ഷെ കാമവും രാഗവും അവരവരുടെ മുതലാണ് അല്ലേ? ഭഗവാൻ ബലം കൊടുത്തു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാമവും രാഗവും ചേർത്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കാമത്തിനും രാഗത്തിനുമാണ് അടി തിരിച്ചു കിട്ടുന്നത്. ഭഗവാൻ തന്ന ബലം കൊണ്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു കുഴപ്പമില്ല, ആരുടെയൊന്നും അടി കിട്ടില്ല. കാമരാഗ വിവർജിതം ബലം ബലവതാം അഹമസ്മി. പ്രഹ്ലാദനും ഹിരണ്യകശിപുവിനോട് പറഞ്ഞതും അത് തന്നെ. അച്ഛൻ്റെ മാത്രം ബലമല്ല, ഈ ലോകത്തിലുള്ള സകല ബലവാന്മാരുടെയും ബലമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ജാനേ ത്വാം സർവഭൂതാനാം പ്രാണഃ ഓജഃ സഹോ ബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. അങ്ങ് വിഷ്ണുവാകുന്നു, അങ്ങ് വിഷ്ണു തന്നെ, സർവവ്യാപിയായിരിക്കുന്ന വിഷ്ണുവാകുന്നു. പുരാണപുരുഷൻ, ഏറ്റവും ആദിയിലുണ്ടായിരുന്ന പ്രകൃതിക്ക് നാഥനായിരിക്കുന്ന പുരുഷൻ അങ്ങാകുന്നു. പ്രഭവിഷ്ണു, അങ്ങ് എല്ലാ പ്രഭാവത്തോടും കൂടിയവനാകുന്നു. അധീശ്വരം, എല്ലാറ്റിൻ്റെയും നിയന്താവാകുന്നു എന്ന് ത്വാം ജാനേ, ഞാനിപ്പോൾ അങ്ങയെ തിരിച്ചറിയുന്നു. ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് അഥവാ വകതിരിവ് ഉണ്ടായത്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ എനിക്ക് വേണ്ടതുപോലെയായി. ഇതുവരെയ്ക്ക് കോപം കൊണ്ടും അഹങ്കാരം കൊണ്ടും എൻ്റെ ബുദ്ധി കലുഷിതമായിരുന്നു, അതുകൊണ്ട് ഭഗവാനെ അറിഞ്ഞിരുന്നില്ല. ഇപ്പം എനിക്ക് അങ്ങയെ മനസ്സിലായി. കാരണം അങ്ങയെ വിഷ്ണുവല്ലാതെ, ഭഗവാനല്ലാതെ തന്നെ കീഴ്പ്പെടുത്താൻ ഈ ലോകത്തിലെ ശക്തന്മാരായിട്ടുള്ളവർ അങ്ങനെയില്ല. വീണ്ടും പറയുന്നു, ത്വം ഹി വിശ്വസൃജാം സ്രഷ്ട സൃജ്യാനാമപി യച്ഛ സത് കാലഃ കലയതാം ഈശഃ പര ആത്മാ തഥാത്മനാം. ത്വം ഹി വിശ്വസൃജാം സ്രഷ്ട സൃജ്യാനാമപി യച്ഛ സത് കാലഃ കലയതാം ഈശഃ പര ആത്മാ തഥാത്മനാം. വിശ്വസൃജാം സ്രഷ്ട, വിശ്വത്തെ സൃഷ്ടിക്കുന്നവരായ ബ്രഹ്മാദി ദേവന്മാർക്കും സ്രഷ്ടാവ് അങ്ങാണ്. ബ്രഹ്മാവിനെ പോലും അങ്ങാണ് സൃഷ്ടിച്ചത്, പ്രജാപതിമാരെയൊക്കെ അങ്ങാണ് സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടികർത്താക്കൾക്കും സൃഷ്ടികർത്താവാണ് അങ്ങ്.
സൃജ്യാനാം സത് യത്, സൃജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടവർ, സൃഷ്ടിക്കപ്പെടുവാൻ യോഗ്യമായത്, അതിൻ്റെ സത്ത, അതിൻ്റെ സബ്സ്ട്രാറ്റം, അതിൻ്റെ നിമിത്ത ഉപാദാന കാരണം, മെറ്റീരിയൽ കോസ്. അപ്പോൾ സൃഷ്ടിക്കാനുള്ളതിൻ്റെ എല്ലാറ്റിൻ്റെയും കാരണവും അഥവാ സത്തയും യത് അതും കലയതാം കാലഹ, ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് സൃഷ്ടി നടത്തുന്ന കാലം എന്ന് പറയുന്നതായിട്ടുള്ള വസ്തുവും അങ്ങ് തന്നെയാണ്. കാലവും അങ്ങ് തന്നെ. കലയതാം കാലഹ, ഈ സൃഷ്ടിയെ നടത്താനായിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് കാലദേശങ്ങൾ. അപ്പം അതിൽ കാലം അങ്ങ് തന്നെ. തഥാ ആത്മനാം ആത്മാ, അതുപോലെ ജീവന്മാരുടെ എല്ലാം ആത്മാ അഥവാ പരമാത്മാ അങ്ങ് തന്നെ. പരഹ ഈശഃ ത്വം, പരമേശ്വരനാകുന്നു അങ്ങ്. എല്ലാറ്റിൻ്റെയും പരിപൂർണ നിയന്ത്രണം ചെയ്യുന്നവൻ അങ്ങ് തന്നെ. അങ്ങയുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ ലോകത്തിൽ ഒരു പുൽക്കൊടി പോലുമില്ല. അപ്പം അങ്ങനെ ഭഗവാനെ വിഷ്ണുവായി സ്തുതിച്ചു. ത്വം ഹി വിശ്വസൃജാം സ്രഷ്ടാ സൃജ്യാനാമഭിയച്ച സത് കാലക്കലയതാമീശഃ പര ആത്മാ തദാത്മനാം. അപ്പോൾ നമ്മുടെ ജാമ്പവാന് പതുക്കെ കണ്ണ് തെളിയാൻ തുടങ്ങി അല്ലേ? ഭഗവാനാണ് വിഷ്ണുവാണ് എന്ന് കണ്ടു. അപ്പോൾ ഭഗവാൻ ജാമ്പവാന്റെ ഉള്ളിൽ ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടാവും. ആ ജാമ്പവാന്റെ എന്താ പറയുക, ഭക്തി ആരുടെ നേർക്കാണോ, ഏതൊരു ശ്രീരാമസ്വാമിയുടെ നേർക്കാണോ, ആ ശ്രീരാമസ്വാമി തന്നെയാണ് ഈ നിൽക്കുന്നത്. രാമനും കൃഷ്ണനും വേറെ വേറെയല്ല. അപ്പോൾ ആ ഒരു കാര്യത്തെ ഭഗവാൻ ജാമ്പവാന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു. ജാമ്പവാൻ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്തുതിയാണ് അടുത്ത ശ്ലോകം. യസ്യേഷദുത്കലിതരോഷകടാക്ഷമോക്ഷൈഃ വത്മാദിശക്ഷുഭിതമക്രതിമിംഗിലോബ്ധിഃ സേതുകൃതസ്വയശ ഉജ്ജ്വലിതാചലങ്ക രക്ഷശിരാംസി ഭുവി പേതുരിഷുക്ഷതാനി. യസ്യേഷദുത്കലിതരോഷകടാക്ഷമോക്ഷൈഃ വത്മാദിശക്ഷുഭിതമക്രതിമിംഗിലോബ്ധിഃ സേതുകൃതസ്വയശ ഉജ്ജ്വലിതാചലങ്ക രക്ഷശിരാംസി ഭുവി പേതുരിഷുക്ഷതാനി. ജാമ്പവാൻ രാമാവതാരത്തിൽ ഭഗവാന്റെ കൂടെ നിന്നുകൊണ്ട് കണ്ട കാര്യങ്ങളെ തന്നെ ഓർമ്മിച്ച് പറയണം. ഭഗവാൻ സേതുബന്ധനം ചെയ്യുന്നതിന് മുമ്പ് വരുണനെ പേടിപ്പിച്ചതും വരുണൻ വഴി കൊടുത്ത് സേതുബന്ധനം ചെയ്തതും ലങ്കയിൽ ചെന്ന് രാക്ഷസ സൈന്യത്തോട് എതിരിട്ടതും രാക്ഷസന്മാരുടെ ശിരസ് ഭൂമിയിൽ മഴ പോലെ പെയ്തതും എല്ലാമാണ് ഈ ഒരു ശ്ലോകത്തിൽ ആ രാമാവതാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു രൂപം ഓർമ്മിച്ച് പറയണം. താൻ നേരിൽ കണ്ടതാണിതെല്ലാം. അപ്പോൾ യസ്യ ഈഷദ് ഉത്കലിത രോഷകടാക്ഷമോക്ഷൈഃ വത്മാദിശത് ക്ഷുഭിതമക്രതിമിംഗിലോബ്ധിഃ. അബ്ധിഃ വത്മ ആദിശത്. അബ്ധി എന്ന് പറഞ്ഞാൽ സാഗരം, അത് വത്മ വഴിയെ ആദിശത് എന്ന് പറഞ്ഞാൽ കൊടുത്തു. എങ്ങനെ? ഭഗവാന്റെ നോട്ടം കൊണ്ട് പേടിച്ചിട്ട്. അതാണ് യസ്യ, ഏതൊരുവന്റെ ഈഷത് ഉത്കലിത രോഷ കടാക്ഷമോക്ഷൈഃ. ഈഷത് ഉത്കലിതം, അല്പം വർദ്ധിച്ചതായിട്ടുള്ള, ഉത്കലനം എന്ന് പറഞ്ഞാൽ വർദ്ധിക്കലാണ്. എന്ത്? രോഷം. രോഷം വർദ്ധിച്ച്, അല്പം വർദ്ധിച്ച രോഷത്തോടുകൂടി, ആ രോഷത്തോടുകൂടിയ കടാക്ഷം, കണ്ണുകൊണ്ടുള്ള ഏറ്, അതിൻ്റെ മോക്ഷം, കടാക്ഷ മോക്ഷം, കണ്ണേറ്. അപ്പോൾ കോപത്തോടുകൂടി ഭഗവാൻ തൻ്റെ കടക്കണ്ണുകൊണ്ട് ആ സാഗരത്തിന് നേരെ നോക്കി. ഭഗവാന്റെ ആ കോപം കൊണ്ടുള്ള നോട്ടം കൊണ്ട് തന്നെ
അബ്ദി എന്തായി? ക്ഷുഭിത നക്രതിമിംഗില അബ്ദിഹി. അബ്ദിയിലെ നക്രം, തിമിംഗിലം എല്ലാം ക്ഷുഭിതമായി. നക്രം എന്ന് പറഞ്ഞാൽ മുതലായിട്ടുള്ള ചീങ്കണ്ണികൾ, മുതലകൾ എന്നൊക്കെ പറയും പോലെയുള്ളതായിട്ടുള്ള ജലജന്തുക്കൾ. ആ ജലജന്തുക്കളും തിമിംഗിലങ്ങളും എല്ലാം ക്ഷുഭിതമായി, എല്ലാം ഇളകിമറിയുന്നൊരവസ്ഥ വന്നു. സുനാമി വന്നതുപോലെ സമുദ്രം ഇളകിമറിഞ്ഞു. അതാണ് ക്ഷുഭിത നക്ര തിമിംഗിലോ അബ്ദിഹി. അങ്ങനെ പേടിച്ചിട്ട്, ഭഗവാനെ പേടിച്ചിട്ട് വത്മ അതിശത്, വത്മയെ ദാനം ചെയ്തു, വഴി കൊടുത്തു എന്നർത്ഥം. ഇപ്പൊ ഭഗവാന്റെ കടാക്ഷമോക്ഷം കൊണ്ട് തന്നെ ഭയപ്പെട്ട് സമുദ്രം, വരുണൻ വഴി കൊടുത്തു. എന്നിട്ടോ സേതുകൃത സ്വയശ ഉജ്ജ്വലിതാചലങ്ക. അങ്ങനെ സേതുഹു കൃത, സേതു ചെയ്യപ്പെട്ടു. എന്തിന്റെ? സ്വയശ സേതുഹു കൃത, തന്റെ തന്നെ യശസ്സായ സേതു. നോക്കൂ, രാമസേതു. രാമസേതു രാമന്റെ യശസ്സിനെ സൂചിപ്പിക്കുന്നതാണ്, രാമന്റെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്, രാമന്റെ ഗാംഭീര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് എല്ലാ കാലത്തും രാമസ്മരണയ്ക്കായിക്കൊണ്ട് നിലനിൽക്കേണ്ടതാണ് രാമസേതു. ആ രാമസേതുവിനെ നശിപ്പിക്കാനായിട്ടാണ് നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ്, DMK ഗവൺമെന്റ്, കരുണാനിധി കുറെ കാലം ശ്രമിച്ചത്. ഒരുപാട് ആളുകളെ കൊണ്ട് ഈ സേതു എല്ലാം കൃത്രിമമാണ്, അല്ല മറ്റേ രാമകൃതമൊന്നുമല്ല, അത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് എന്നെല്ലാം പ്രചരണം ചെയ്യിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അതിലെ കല്ലുകളെല്ലാം അതിൻ്റെ ടെസ്റ്റുകൾ, കാർബൺ ഡേറ്റിംഗ് എല്ലാം കൊണ്ടും വ്യക്തമാക്കപ്പെട്ടു, ഇതിന്ന കാലത്ത് എവിടുന്നോ കൊണ്ടുവന്നിട്ടതാണ്, അല്ലാതെ സമുദ്രത്തിൽ സ്വയമേവ ഉണ്ടായിരുന്ന കല്ലുകളല്ല എന്ന്. അപ്പോൾ രാമസേതു എന്നുള്ളത് ശ്രീരാമസ്വാമി തന്നെ സങ്കല്പിച്ച് വാനരന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് 100% ഉറപ്പ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് വെറും മിത്താണ്, അത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് പല പ്രചരണങ്ങളും നിരീശ്വരവാദികളായിട്ടുള്ള മറ്റു മതസ്ഥരെ പ്രീതിപ്പെടുത്താനുള്ള താല്പര്യത്തോടുകൂടെ നമ്മുടെ തമിഴ്നാട് DMK ഗവൺമെൻറ് പരിശ്രമിച്ചത്. അതുപോലെ നമ്മുടെ സോണിയാഗാന്ധിയും ഒക്കെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഹിന്ദു സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ അതിൻ്റെ എന്തെല്ലാം അടയാളങ്ങളുണ്ടോ, സ്മാരകങ്ങളുണ്ടോ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവമേ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കും. അപ്പോൾ എന്തായി? സേതു എന്താണ്? ഭഗവാന്റെ യശസ്സാണ്, അല്ലേ? ചില ആളുകളുടെയൊക്കെ സ്മാരകമായിട്ട് പ്രതിമകളൊക്കെ സ്ഥാപിക്കും ഓരോ ഭാഗത്ത്, അവരുടെ യശസ്സിനെ സൂചിപ്പിക്കാനാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക രംഗത്ത് നവോത്ഥാന നായകന്മാർ, അങ്ങനെയുള്ളവരുടെയൊക്കെ സ്മാരകങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇവിടെ ഭഗവാന്റെ യശസ് എല്ലാ കാലത്തും നിലനിർത്താനുള്ളതാണ് ഈ സേതു. അതാണ് സ്വയശ സേതുഹു കൃത, തൻ്റെ തന്നെ യശസ്സായ സേതു ചെയ്യപ്പെട്ടു. സേതുകൃത സ്വയശ ഉജ്ജ്വലിതാചലങ്ക. അങ്ങനെ ലങ്കയും ഉജ്ജ്വലിക്കപ്പെട്ടു, ദഹിപ്പിക്കപ്പെട്ടു. ഹനുമാൻ സ്വാമിയാലും ശ്രീരാമസ്വാമിയാലും ലങ്കയ്ക്ക് ഒരുപാട് ഹാനി ഉണ്ടാക്കി. ലങ്ക ഉജ്ജ്വലിത ഇഷുക്ഷതാനി രക്ഷശിരാംസി ഭുവി പേതു. ഇഷുക്ഷതാനി, ഇഷുക്കളാൽ, ഇഷു അമ്പുകൾ കൊണ്ട് മുറിക്കപ്പെട്ടത്, ക്ഷതങ്ങൾ മുറിക്കപ്പെട്ടവയായിട്ടുള്ള രക്ഷശിരാംസി, രാക്ഷസന്മാരുടെ ശിരസ്സുകൾ ഭൂമി പേതു, ഭൂമിയിൽ പതിച്ചു. അപ്പോൾ ആരാണോ ഇതൊക്കെ ചെയ്തത്, തൻ്റെ നോട്ടം കൊണ്ട് സമുദ്രത്തെ വിറപ്പിച്ച് ഇളക്കി മറിച്ച് സേതുബന്ധനത്തിനുള്ള വഴി നൽകപ്പെട്ടു. സേതുബന്ധനം തൻ്റെ യശസ്സിൻ്റെ സ്മാരകമായി എന്നും നിലനിർത്തി.
അതിനുശേഷം ലങ്കയെ ദഹിപ്പിച്ചു. ലങ്കയിലുള്ള രാക്ഷസന്മാരെ മുഴുവൻ തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ശിരസ് അറുത്തു. അപ്പൊ ശ്രീരാമസ്വാമിയെ നേരിൽ കാണും പോലെ സ്തുതിക്കുകയാണ് നമ്മുടെ ജാമ്പവാൻ. ഇതി വിജ്ഞാത വിജ്ഞാനം ഋക്ഷരാജാനമച്യുതഃ വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുതഃ. ഇതി വിജ്ഞാത വിജ്ഞാനം ഋക്ഷരാജാനമച്യുതഃ വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുതഃ. ഹേ മഹാരാജ, അല്ലയോ പരീക്ഷത്ത് രാജാവേ, ഇതി വിജ്ഞാത വിജ്ഞാനം ഋക്ഷരാജാനം, ഇങ്ങനെ വിവരം പിടികിട്ടിയ, അല്ലെ, വിജ്ഞാത വിജ്ഞാനം, അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞവനായ ഋക്ഷരാജാനം, ആ കരടി രാജാവിനെ ദേവകീസുതഃ ഭഗവാൻ അച്യുതഃ വ്യാജഹാര, ദേവകീപുത്രനായ ഭഗവാൻ അച്യുതൻ, നാശരഹിതനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ വ്യാജഹാര, വ്യാഹരിച്ചു, സംഭാഷണം ചെയ്തു എന്നർത്ഥം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ആരോട്? ജാമ്പവാനോട്. അഭിമൃശ്യാരവിന്ദാക്ഷഃ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാം. അഭിമൃശ്യാരവിന്ദാക്ഷഃ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാം. ആ അരവിന്ദാക്ഷൻ താമരക്കണ്ണൻ ഭഗവാൻ ശങ്കരേണ പാണിന, ശങ്കരം എന്ന് പറഞ്ഞാൽ മംഗളത്തെ ചെയ്യുന്നത്, സുഖത്തെ ചെയ്യുന്നത്. അപ്പൊ മംഗളത്തെ ചെയ്യുന്നതായിട്ടുള്ള തന്റെ പാണി കൊണ്ട്, തന്റെ കൈ കൊണ്ട് തം ഭക്തം അഭിമൃശ്യ, ആ ഭക്തനായ ജാമ്പവാനെ അഭിമർശനം ചെയ്തു എന്ന് പറഞ്ഞാൽ തലോടി. അപ്പൊ ഭഗവാന്റെ തലോടലേറ്റതോടുകൂടി ജാമ്പവാന്റെ ദേഹ ക്ഷീണമെല്ലാം പോയി, വേദനകളെല്ലാം പോയി എന്നർത്ഥം. അങ്ങനെ ശങ്കരേണ പാണിന അഭിമൃശ്യ പരയാ കൃപയാ, പരമമായ കാരുണ്യത്തോടുകൂടെ പ്രേമഗംഭീരയാ ഗിരാ, പ്രേമഗംഭീരം, ഭക്തി പ്രേമമുണ്ട്, സ്നേഹത്തോടു കൂടിയതും എന്നാൽ ഗംഭീരമായിട്ടുള്ളതുമായിട്ടുള്ള വാക്കുകൊണ്ട് വ്യാജഹാര എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞതുകൊണ്ട് അന്വയിക്കണം. വ്യാഹരിച്ചു. അപ്പൊ എന്താണ് വ്യാഹരിച്ചത്? മണിഹേതോരിഹ പ്രാപ്ത വയം വൃക്ഷപതേ ബിലം മിഥ്യാഭിശാപം പ്രമൃജൻ ആത്മനോ മണിനാമുനാ. മണിഹേതോരിഹ പ്രാപ്ത വയം വൃക്ഷപതേ ബിലം മിഥ്യാഭിശാപം പ്രമൃജൻ ആത്മനോ മണിനാമുനാ. വൃക്ഷപതേ എന്നത് സംബോധനയാണ്. അല്ലയോ വൃക്ഷങ്ങളുടെ പതി, കരടികളുടെ രാജാവേ, ജാമ്പവാനെ. അമുനാ മണിനാ ആത്മനഃ മിഥ്യാഭിശാപം പ്രമൃജന്. ഈ മണി കൊണ്ട്, ആ കുട്ടി കളിക്കുന്ന മണിയുണ്ടല്ലോ, ആ മണി കൊണ്ട് ആത്മനഃ എനിക്കുണ്ടായിട്ടുള്ള മിഥ്യാഭിശാപം, മിഥ്യയായിട്ടുള്ള പേര്, ചീത്തപ്പേര്, എനിക്കുണ്ടായിട്ടുള്ള ദുർയശസ്, നാണക്കേട്, അതിനെ പ്രമൃജൻ, പ്രമാർജനം ചെയ്തുകൊണ്ട്, മാർജനം ചെയ്യാനായിക്കൊണ്ട് മണിഹേതോഹോ വയം ഇഹ ബിലം പ്രാപ്താഹ. ആ മണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, വയം എന്ന് പറഞ്ഞ ഞങ്ങൾ, ഇവിടെ ഈ ബിലം പ്രാപ്താഹ, ഈ മാളത്തിലേക്ക് വന്നത്. അപ്പൊ ഈ മണി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ചീത്തപ്പേര് എനിക്ക് ഒഴിവാക്കി എന്നെ എന്താ പറയുക പരിശുദ്ധനാക്കാം. അപ്പൊ അതിന് ഞാൻ വന്നതാണ്, ഈ മണിയാണ് എനിക്ക് വേണ്ടത്, അതിനു വേണ്ടിയാണ് വന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോഴോ ജാമ്പവാൻ സന്തോഷപൂർവം 2 മണികളെ കൊടുത്തു, അല്ലേ? ഒന്ന് വരമണിയായ സമന്തകവും മറ്റൊന്ന് രമണിയായ ജാമ്പവതിയെയും. അതാണ് ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാമ്പവതീം മുദാ അർഹണാർത്ഥം സമണിന കൃഷ്ണായോപജഹാരഃ. ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാമ്പവതീം മുദാ അർഹണാർത്ഥം സമണിന കൃഷ്ണായോപജഹാരഃ. ഇതിയുക്തഃ സഹ, ഇപ്രകാരം പറയപ്പെട്ടവനായ ജാമ്പവാൻ അദ്ദേഹം മുദാ സ്വാം ദുഹിതരം ജാമ്പവതീം കന്യാം, സന്തോഷപൂർവം മുദാ സ്വാം ദുഹിതരം തന്റെ മകളായ
ജാമ്പവതിയും ജാമ്പവതി എന്ന കന്യകയെ മണിനാ കൃഷ്ണായ അർഹണാർത്ഥം ഉപജഹാര. മണിനാ സഹായ എന്നർത്ഥം. മണിയോടുകൂടി കൃഷ്ണനായിക്കൊണ്ട് അർഹണാർത്ഥം പൂജാർത്ഥം സൽക്കാരാർത്ഥം ഉപജഹാര ഉപഹരിച്ചു. അപ്പൊ സമ്മാനമായി കൊടുത്തു. അപ്പോൾ 2 മണികളാണ് കൊടുത്തത്. ഒന്ന് വരമണി, മറ്റൊന്ന് രമണി എന്നർത്ഥം. അപ്പോൾ കന്യകയാണ് ഇവിടെ ജാമ്പവതി അല്ലേ. അപ്പൊ ഇതിനെക്കുറിച്ച് മറ്റു പല പുരാണങ്ങളിലും കഥയുണ്ട്. എന്താണ്? ജാമ്പവാന്റെ മകളായ ജാമ്പവതി രാമാവതാര കാലത്ത് തന്നെ ജനിച്ചിട്ടുള്ളവളാണ്. ആ കാലത്ത് ജാമ്പവാൻ ഭഗവാനോട് അപേക്ഷിച്ചു, എൻ്റെ മകളെ അങ്ങ് സ്വീകരിക്കണം എന്ന്, വിവാഹം ചെയ്ത് സ്വീകരിക്കണം എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത്രേ, ഈ ജന്മത്തിൽ, ഈ അവതാരത്തിൽ ഞാൻ ഏകപത്നി വ്രതമാണ്. സീത മാത്രമാണ് എൻ്റെ പത്നി. അടുത്തൊരു അവതാരം ഞാൻ എടുക്കും. ദ്വാരകയിലെ കൃഷ്ണനായിട്ട് അവതരിക്കും, വസുദേവപുത്രനായി അവതരിക്കും. അന്ന് ഞാൻ അനേക വിവാഹം കഴിക്കും. ആ കൂട്ടത്തിൽ അങ്ങയുടെ മകളെയും സ്വീകരിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്തു. അപ്പോൾ ശങ്കയുണ്ടായിരുന്നു, അല്ല അത്രയും കാലം കഴിയുമ്പോഴേക്കും എൻ്റെ മകള് മുതുക്കിയാവില്ലേ, മൂക്കിൽ പല്ല് വരില്ലേ അല്ലേ? അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു, ഇല്ല, അവൾ എന്നും കന്യകയായിട്ടിരിക്കും. നമ്മുടെ ബലരാമസ്വാമി രേവതിയെ കല്യാണം കഴിച്ച പോലെ അല്ലേ. അപ്പോൾ ഇവളെന്നും കന്യകയായിരിക്കും. അങ്ങ് ഞാൻ കൃഷ്ണാവതാരത്തിൽ വന്ന് അവളെ സ്വീകരിച്ചോളാമെന്ന് പറയുന്നതായിട്ട് പത്മപുരാണത്തിലോ ഏതോ പുരാണത്തിൽ. എന്തായാലും ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്യുക്ത സ്വാം ദുഹിതരം കന്യാം ജാമ്പവതിം മുദ അർഹണാർത്ഥം സമണിന കൃഷ്ണായോപജഹാര. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ എന്തായാലും 14 ശ്ലോകങ്ങളുണ്ട്, 13 ശ്ലോകങ്ങളുണ്ട്. ഇന്ന് തീരില്ല. സത്യഭാമ വിവാഹം അത് നാളെ രാവിലെ നോക്കാം. നാളെ 24 തീയതി ശനിയാഴ്ച. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലെ